ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ ഇഡ്ഡലി മാവ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, പുറം നല്ല മുരുമുരാന്നിരിക്കുന്ന, അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ട തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. നമ്മുടെ ബോണ്ട തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1.5 കപ്പ് അളവിൽ ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട്. വലിയൊരു ബൗൾ നിറച്ച് ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഡ്ഡലി മാവ് എടുക്കുമ്പോഴത്തേക്കും എപ്പോഴും അരച്ച അതേ ദിവസം തന്നെയുള്ള മാവല്ലാതെ 1-2 ദിവസം പുളിച്ചതിന് ശേഷമുള്ള മാവ് വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ബോണ്ടയ്ക്ക് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് 3 സ്പൂൺ അളവിൽ അരിപ്പൊടിയും 3 സ്പൂൺ റവയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു വലിയൊരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6-7 കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 പച്ചമുളകും കൂടി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് 3ഉം നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണിൻ്റെയും പകുതി അളവിൽ സോഡാപ്പൊടി കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ഓൾറെഡി ഇഡ്ഡലി മാവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സവാളയ്ക്കും അതുപോലെ തന്നെ അരിപ്പൊടിക്കും റവയ്ക്കും അനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബോണ്ടയുടെ മാവിരിക്കാനായിട്ട്. നമുക്ക് എടുത്ത് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റണം. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം കുറേശ്ശെയായിട്ട് കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് എടുത്ത് ചൂടെണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ ബോണ്ട മാവെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഇളക്കി ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോണ്ട എല്ലാം തന്നെ ഒരുപോലെ കളറായി വരും. അതുപോലെ തന്നെ നമുക്ക് ഒരുപോലെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് ഉഴുന്നുവടയുടെ ആ ഒരു കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ചായ തിളയ്ക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ബോണ്ടയും റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇഡ്ഡലി മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.